നമസ്കാരം. 8ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്നുള്ള ചാപ്റ്റർ നമ്മൾ എടുത്തു. അതിൻ്റെ 2 പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസറും തന്നു. ഇനി ലെറ്റസ് റിവൈൻഡ് ഉണ്ട്, അതുപോലെ കുറച്ച് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് മക്കളെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. നോക്കും മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലെറ്റസ് റിവൈൻഡിലെയാണ് കേട്ടോ. സൈഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ, ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ലെറ്റസ് റിവൈൻഡ്. വൈ ഡസ് ഗ്രാനി ഫൈനലി എഗ്രി ടു ട്രാവൽ ടു മുസൂറി? അപ്പോൾ നമ്മുടെ ഗ്രാനി ലാസ്റ്റ് എന്ത് സമ്മതിച്ചു? മുസൂറിലേക്ക് ട്രാവൽ ചെയ്യാം എന്ന് സമ്മതിച്ചു. എന്തായിരുന്നു അതിൻ്റെ കാരണം? എന്തായിരുന്നു? മണിയും കൂടെ ചെല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പ്രഷറും ഒക്കെ കിട്ടി. അതൊക്കെ ആയപ്പോഴാണ് എന്ത് ചെയ്തത്? ഗ്രാനി പോകാനായിട്ട് തയ്യാറായത് അല്ലേ. ഗ്രാനി എഗ്രീസ് ടു ഗോ ടു മുസൂറി ബിക്കോസ് ഹർ ഗ്രാൻഡ്സൺ മണി സേസ് ഹി വിൽ ഗോ വിത്ത് ഹെർ. അറ്റ് ഫസ്റ്റ് ഷീ ഡിഡ് നോട്ട് വോണ്ട് ടു ലീവ് ഹിം അലോൺ, ബട്ട് വെൻ ഷീ ന്യൂ ഹി വുഡ് കം ഷീ വാസ് വെരി ഹാപ്പി ടു ട്രാവൽ അല്ലേ. എന്താണ്? മുത്തശ്ശിയുടെ കൂടെ മണിയും കൂടി ചെല്ലാം എന്ന് പറഞ്ഞപ്പോഴാണ് മുത്തശ്ശി പോകാനായിട്ട് തയ്യാറായത്. ആദ്യമേയൊക്കെ മുത്തശ്ശിക്ക് മണിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ വിഷമമായിരുന്നു അല്ലേ. പിന്നെ മണിയും കൂടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശി ഓക്കെ ആയി, ഹാപ്പിയായി. ഇനി വേണമെങ്കിൽ നമുക്ക് മണിയെ കുഞ്ഞുനാൾ മുതൽ മുത്തശ്ശിയാണ് നോക്കിയിരുന്നത്, മുത്തശ്ശിക്ക് അവനെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള സെൻറ്റൻസ് വേണമെങ്കിൽ ചേർക്കാം. എല്ലാം കൂടി വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ചെയ്തത് കേട്ടോ. ഇനി നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. Granny's courage and determination are evident in the story. Substantiate the statement with instances. അപ്പോൾ ഗ്രാനിയുടെ കറേജും അതുപോലെ തന്നെ ഡിറ്റർമിനേഷനും, ധൈര്യവും ആത്മവിശ്വാസം, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഞാൻ പിന്മാറില്ല എന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ അത് എന്തൊക്കെ കൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാം? അതായത് ഗ്രാനി ഭയങ്കര കറേജാണ്, ഡിറ്റർമിനേഷനുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് തോന്നാനുണ്ടായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ ചേർത്തൊന്ന് പറയുക. എന്തൊക്കെയാണ്? ഗ്രാനി ഷോസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ഇൻ മെനി വേസ്. ഷീ എഗ്രീസ് ടു ട്രാവൽ ഈവൻ ദോ ഷീ കനോട്ട് സീ വെൽ. കണ്ടോ? അപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ പോലും, ഇപ്പോൾ നന്നായിട്ടൊന്നും കാണാൻ വയ്യെങ്കിൽ പോലും ഗ്രാനി ട്രാവൽ ചെയ്യാൻ തയ്യാറായി. ഷീ വോക്സ് അലോങ് എ ലോങ് വേ വിത്ത് മണി വിത്തൗട്ട് കംപ്ലൈനിങ്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ കുറേ ദൂരം മണിയുടെ കൂടെ നടന്നു. വെൻ ദ ബസ് സ്റ്റോപ്സ് ബിക്കോസ് ഓഫ് എ ലാൻഡ് സ്ലൈഡ് ഷീ ഡിസൈഡ്സ് ടു ക്ലൈംബ് ദ മൗണ്ടെയിൻ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ബാക്ക് അല്ലേ. മണ്ണിടിച്ചിലുണ്ടായി, ബസ് വഴിയൊക്കെ നിന്നു, എന്നിട്ട് പോലും കുറേ പേര് തിരിച്ചു പോയി. എന്നിട്ട് പോലും ഗ്രാനിക്ക് എന്ത് ചെയ്യാൻ തോന്നിയില്ല? തിരിച്ചു പോകാൻ തോന്നിയില്ല. മൗണ്ടെയിൻ കയറാം എന്നുള്ള ചിന്തയിൽ മണിയുമായിട്ട് മുന്നോട്ട് പോയി. ഷീ കീപ്സ് വാക്കിംഗ് ത്രൂ ഹിൽസ് ആൻഡ് ഫോറസ്റ്റ്. ഹിൽസും ഫോറസ്റ്റും വഴിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദ ഹോസ്പിറ്റൽ ഷീ ബ്രേവ്ലി ഫേസസ് ദ ഐ ടെസ്റ്റ് അല്ലേ. ഐ ടെസ്റ്റ് നല്ല രീതിയിൽ ഗ്രാനി ഹോസ്പിറ്റലിൽ ഐ ടെസ്റ്റും പോയി ചെയ്തു. ഗ്രാനി നെവർ ഗിവ്സ് അപ്പ്. ഗ്രാനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒന്നും വേണ്ടാന്ന് വെക്കുന്നില്ല, എല്ലാം എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതാണ് നമ്മൾക്ക് ഉദാഹരണമായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഇല്ല, ഇതൊക്കെ പോരെ, ഇത്രയും മതി. ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിങ് ദെയർ ജേർണി? അവരുടെ യാത്രയിൽ മണി എങ്ങനെയാണ് ഗ്രാനിയെ സപ്പോർട്ട് ചെയ്തത്? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? മണിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മണിയും ഗ്രാനിയെ ബുദ്ധിമുട്ടിച്ചിരുന്നോ? ഗ്രാനി പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ട് ഗ്രാനിയുടെ കൂടെ നടക്കുമല്ലായിരുന്നോ? അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മണിയുടെ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? മണി സപ്പോർട്ട്സ് ഗ്രാനി ഇൻ മെനി വേയ്സ് ഡ്യൂറിങ് ദെയർ ജേർണി. ജേർണിയിൽ പല രീതിയിൽ മണി ഗ്രാനിയെ സപ്പോർട്ട് ചെയ്തു. ഹി ഓഫേഴ്സ് ടു ട്രാവൽ വിത്ത് ഹെർ സോ ഷീ ഈസ് നോട്ട് അലോൺ അല്ലേ. ഗ്രാനിക്ക് കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മടി കൊണ്ടാണ് പോകാത്തതെന്നൊക്കെ കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ കുട്ടി എന്ത് തന്നെ പറഞ്ഞു? ഗ്രാനിയുടെ കൂടെ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു. ഹി ക്യാരീസ് ദെയർ ബെഡിങ് ആൻഡ് ലെറ്റ്സ് ഹർ റെസ്റ്റ് വെൻ നീഡഡ് അല്ലേ. അവനാണ് ബെഡൊക്കെ തലയിൽ ചുമന്ന് തോളി ചുമന്നൊക്കെ കൊണ്ടുപോയത്. പിന്നെ ഗ്രാനിക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നിയപ്പോഴൊക്കെ അവൻ റെസ്റ്റ് എടുക്കാനും സമ്മതിച്ചു. ഹി മേക്സ് ഹർ ലാഫ് ആൻഡ് കീപ്സ് ഹർ സ്പിരിറ്റ്സ് ഹൈ. എപ്പോഴും ഗ്രാനിയെ അവൻ ചിരിപ്പിച്ചു. അവരുടെ മനസ്സിന് എപ്പോഴും നല്ല സന്തോഷം നൽകിക്കൊണ്ടേയിരുന്നു. ഹി ഓൾസോ ഹെൽപ്സ് ഹർ അറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് ടേക്സ് കെയർ ഓഫ് ഹർ. ഹോസ്പിറ്റലിലും അവൻ ഗ്രാനിയെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ദിസ് ഷോസ് ദാറ്റ് മണി ഈസ് കെയറിങ്, ഹെൽപ്ഫുൾ ആൻഡ് റെസ്പോൺസിബിൾ.
ഇത് കൂടാതെ നമുക്ക് എന്തും പറയാം, ആ ഗ്രാനി പറഞ്ഞതുപോലെയൊക്കെ അനുസരിച്ചു എന്നും പറയാം അല്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മണി കെയറിങ്, ഹെൽപ്ഫുള്ളും റെസ്പോൺസിബിളുമാണ് എന്ന് പറയുന്നത്. ഇനി എ ഷോൾഡർ ടു റെസ്റ്റ് ഓൺ ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡീഡ്. ഡോണ്ട് യു എഗ്രി? നമ്മൾക്ക് ഒന്ന് ചായാൻ ഒരു ഷോൾഡർ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ്? അപ്പോൾ ഈ കുട്ടിയുടെ ജനറേഷന് മുമ്പത്തെ ജനറേഷനാണ് ഗ്രാനി. അപ്പോൾ ഈ രണ്ട് ജനറേഷനും തമ്മിലുള്ള ബോണ്ടും ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? യെസ് അല്ലേ. എ ഷോൾഡർ ടു റെസ്റ്റ് ഇസ് ട്രൂലി എ ബ്ലെസ്സിങ്. ഒരു ഷോൾഡർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. ദ സ്റ്റോറി ഷോസ് ദ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി. ഗ്രാനിയും മണിയും തമ്മിലുള്ള സ്ട്രോങ് ബോണ്ടാണ് ഈ സ്റ്റോറിയിൽ കാണിക്കുന്നത്. ഗ്രാനി റേസ്ഡ് മണി വിത്ത് ലവ് ആൻഡ് കെയർ ആഫ്റ്റർ ഹിസ് മദർ ഡൈഡ്. ഗ്രാനി ആ കുട്ടിയുടെ അമ്മ മരിച്ചതിന് ശേഷം നല്ല സ്നേഹവും കെയറും ഒക്കെ കൊടുത്താണ് അവനെ വളർത്തിയത്. നൗ മണി കെയേഴ്സ് ഫോർ ഗ്രാനി ആൻഡ് സപ്പോർട്ട്സ് ഹെർ ഓൺ ദ ജേർണി. ഇപ്പോൾ മണി വലുതായി അല്ലേ. ഇപ്പോൾ തിരിച്ച് മണി ആ ഗ്രാനിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദേ ലുക്ക് ആഫ്റ്റർ ഈച്ച് അതർ. അവർ പരസ്പരം സഹായിച്ച് സപ്പോർട്ടോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഷെയർ ഫുഡ് ആൻഡ് എൻജോയ് ഈസ് അതേഴ്സ് കമ്പനി. പരസ്പരം ഫുഡ് ഷെയർ ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, പരസ്പരം എൻ്റെ കമ്പനി അവർക്കും അവരുടെ കമ്പനി എനിക്കും ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ പരസ്പരം എൻജോയ് ചെയ്യുന്നു. മണി റെസ്റ്റ് ഹിസ് ഹെഡ് ഓൺ ഗ്രാനീസ് ഷോൾഡർ അറ്റ് ദ എൻഡ്, ജസ്റ്റ് ലൈക്ക് ഷീ സപ്പോർട്ടഡ് ഹിം വെൻ ഹി വാസ് യങ്. അല്ലേ, അവൻ യങ്ങായിരുന്നപ്പോൾ അവനെ എങ്ങനെയാണോ ഗ്രാനി സപ്പോർട്ട് ചെയ്തത്, അതുപോലെ ഇപ്പോഴും അവൻ്റെ തല ഗ്രാനിയുടെ ഷോൾഡറിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഗ്രാനിയാണ് ഇപ്പോഴും അവനെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ഹി നോസ് ദിസ് ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് ഹി ക്യാൻ സ്ലീപ്പ്. അവനറിയാമല്ലേ, അവൻ സ്ലീപ്പ് ചെയ്യാൻ, അവന് കിടക്കാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് പ്ലേസിലാണ് ഇപ്പോൾ അവൻ എന്നവനറിയാം. ദിസ് ഷോസ് ദ ഡീപ്പ് ലവ് ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ജനറേഷൻസ്. ഇതാണ് എന്ത്, അവർ തമ്മിലുള്ള ജനറേഷൻസ്, ആ ഒരു ജനറേഷൻസിൻ്റെ ഡീപ്പ് ലവും കെയറും ഒക്കെ കാണിക്കുന്നത്. ഇതുവരെ ഇതെല്ലാം അവരുടെ സ്നേഹവും കെയറും കാണിക്കുന്നതാണ്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസസ് കേട്ടോ. എന്താണ് ലെറ്റസ് റിവൈൻഡ് എന്നുള്ള ക്വസ്റ്റ്യൻസസ്. ഇനിയുള്ളത് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് പോവാം. അപ്പോൾ നോക്കൂ, ലെറ്റസ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. അവിടെ ആക്ടിവിറ്റി 1 എ, റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അപ്പം നമ്മൾ ലോങ് വാക്ക് വിത്ത് ഗ്രാനിയിൽ പഠിച്ച കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. ബിലോ ദം the light green of the fields stood out against the dark green of the forest, and the hills were bathed in golden sunshine. പഠിച്ച ഭാഗമല്ലേ, ഇപ്പം അങ്ങോട്ട് പഠിച്ചതല്ലേ ഉള്ളൂ. എന്താണ് മഴ നിന്നതും സൂര്യൻ വന്നതും ഗ്രീനറി കാണുന്നതും പിന്നെ ഫോറസ്റ്റിൻ്റെ അവിടുത്തെ ഡാർക്ക് ഗ്രീനൊക്കെ പുറത്തോട്ട് വന്നതും പിന്നെ ഗോൾഡൻ സൺഷൈനിൽ ഹിൽസൊക്കെ കുളിച്ച് നിൽക്കുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡു ദീസ് ലൈൻസ് ക്രിയേറ്റ് എ പിക്ചർ ഇൻ യുവർ മൈൻഡ്? ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ, ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പിക്ചർ അങ്ങ് വന്നില്ലേ? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ക്രിയേറ്റ്സ് എ പിക്ചർ ഇൻ മൈ മൈൻഡ് അല്ലേ. യു മേ അറ്റംപ്റ്റ് ടു ഡ്രോ ദ പിക്ചർ. അടിപൊളി, നിങ്ങൾ നന്നായിട്ട് ഒന്ന് വരച്ച് അങ്ങോട്ട് ഇട്ടേ. ഓക്കെ, അപ്പോൾ ഇത് എ പാർട്ട് അത്രയേ ഉള്ളൂ. ബി പാർട്ട് നോക്കൂ. ഗ്രാനി ആൻഡ് മണി സ്റ്റാൻഡ് ഓൺ ദി സമ്മിറ്റ് ഓഫ് ദ പീക്ക് ഓൺ ദെയർ വേ ടു നൈറ്റ്. They look around. Mani is really amazed by the beauty of the scene. Imagine this is the view. അപ്പോൾ നമ്മുടെ മണിയും ഗ്രാനിയും ഒക്കെ കൂടി പീക്കിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുവാണ്. എന്നിട്ട് അവർ ചുറ്റുമൊന്ന് നോക്കി. ശരിക്കും ആ ഒരു സീനിൻ്റെ ബ്യൂട്ടി കണ്ട് മണി ഇങ്ങനെ അമേസ്ഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മണി കണ്ടത് എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. എന്തൊക്കെയാണ് പിക്ചർ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ആ പിക്ചർ എന്തൊക്കെയാണെന്ന് ഇവിടെ എക്സ്പ്ലനേഷനും ഉണ്ട്. മണി കണ്ട കാഴ്ചയാണ്. The view of the snow-capped peaks, the rocky terrain, and the crystal clear water in the river nearby were just breathtaking. A beam of light coming through the white clouds spread its brilliance all around. The tall dark green trees seemed glowing too. The misty morning was giving way to a brighter day. The vast valley was filled with wonderful green shades, all of which were mesmerizing. എന്താ നോക്കൊന്നുകൂടെ വായിക്കട്ടെ. ദ വ്യൂ ഓഫ് ദി സ്നോ ക്യാപ്ഡ് പീക്സ്. സ്നോ, മഞ്ഞിൻ്റെ ക്യാപ്പ്, മഞ്ഞിൻ്റെ തൊപ്പി അണിഞ്ഞ് നിന്ന പീക്ക്, ചെറിയ ചെറിയ കുന്നുകൾ. ദ റോക്കി ടെറൈൻ, എന്താണ് പാറക്കെട്ടുകളുള്ള പ്രദേശമാണ് റോക്കി ടെറൈൻ. ആൻഡ് ദ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ അറിയാമല്ലോ, ആ ഒഴുകി വരുന്ന ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഇൻ ദ റിവർ നിയർ ബൈ,
എന്താ അതിനടുത്തുള്ള റിവറിലൂടെ ഒഴുകി വരുന്ന വെള്ളം. വി ആർ ജസ്റ്റ് ബ്രീത്ത് ടേക്കിംഗ്, അതൊക്കെ അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. A beam of light, ലൈറ്റിൻ്റെ ഒരു ബീം ഇങ്ങനെ വരുന്നു. കമ്മിങ് ത്രൂ ദ വൈറ്റ് ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എന്താണ് ചെറിയ ചെറിയ ബീം ഓഫ് ലൈറ്റാണ് വരുന്നത് അല്ലേ, ആരോ പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക 3-4 ഇങ്ങനെ വന്ന് പതിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിനെയാണ് നമ്മൾ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ത്രൂ ദ വൈറ്റ് ക്ലൗഡ്സ് സ്പ്രെഡ് ഇറ്റ്സ് ബ്രില്യൻസ് ഓൾ അറൗണ്ട്. അത് ഇവിടെ എല്ലാം ഇങ്ങനെ വന്ന് വീഴുകൾ നമുക്ക് കാണാൻ പറ്റത്തില്ലേ മക്കളെ, മഞ്ഞിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. The tall dark green trees seemed glowing too. എന്താണ് ഡാർക്ക് ട്രീസും എന്താണ് തിളങ്ങുന്നുണ്ട്. The misty morning was giving way to a brighter day. മിസ്റ്റി ആയിട്ടുള്ള മോർണിംഗ് ആണ്. ആ മോർണിംഗ് ഒരു ബ്രൈറ്റർ ഡേയിലേക്ക് വഴി മാറുന്നു. The vast സൂര്യപ്രകാശം വരുമ്പോൾ മിസ്റ്റൊക്കെ പോത്തില്ലേ. The vast valley was filled with wonderful green shades. ഇതാണ് വളരെ വിശാലമായ വാലിയാണ്, വണ്ടർഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ്സ് അവിടെ ഉണ്ട്. ഓൾ ഓഫ് വിച്ച് വെയർ മെസ്മറൈസിങ്, ഇതെല്ലാം മനോഹരമായ കാഴ്ചകളായിരുന്നു. നൗ ലെറ്റ് us list the words or phrases that helped Mani describe the place in the table below. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നൗ ലെറ്റ് us list the words. ഈ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ്, എന്ത് ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് ആണ്, മണിയെ ഈ സ്ഥലം ഡിസ്ക്രൈബ് ചെയ്യാൻ സഹായിച്ച കുറേ വാക്കുകളും ഫ്രേസസും ഇല്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലിസ്റ്റ് ചെയ്യാം. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു, ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എന്താണ് ഡിസ്ക്രൈബിങ് വേർഡ്സും ഫ്രേസുമായിട്ട് തന്നിരിക്കുന്നത്? സ്നോ ക്യാപ്ഡ്, മഞ്ഞിൻ്റെ തൊപ്പി അണിഞ്ഞ് നിൽക്കുക. അതൊരു കാഴ്ചയല്ലേ, അത് ആ സ്ഥലത്തെ വിവരിക്കാൻ മണിയെ സഹായിച്ച ഒരു ഫ്രേസ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലേ അത്? തീർച്ചയായിട്ടും. അതിൻ്റെ നൗൺ, അത് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്? പീക്കിനെ. സ്നോ ക്യാപ്ഡ് പീക്ക്, പീക്ക് എന്ന് പറഞ്ഞ നൗണിനെ. നൗൺ എന്താണെന്നറിയാമല്ലോ, ഒരു വസ്തുവിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ ഒക്കെ പേരാണ് നൗൺ. ഇവിടെ നൗൺ അപ്പോൾ എന്താ? പീക്ക്. ആ പീക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചത്, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചതാണ് എന്തിവിടെ? സ്നോ ക്യാപ്ഡ് എന്നുള്ളത്. അപ്പോൾ ഡിസ്ക്രൈബിങ് വേർഡ്സ്, അഡ്ജക്റ്റീവ് എന്താണ് മക്കളെ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പം എന്നെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നു, എൻ്റെ കുട്ടികളെ നിങ്ങളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നു, എൻ്റെ ബുക്കിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇതെല്ലാം ഇങ്ങനെ ഓരോ വസ്തുക്കളെ പറ്റി പറയാൻ വേണ്ടി, അവയെ വർണ്ണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വേർഡ്സാണ് അഡ്ജക്റ്റീവ്സ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഡിസ്ക്രൈബിങ് വേർഡ്സ് ഫ്രേസസിൽ. നമുക്ക് എന്തൊക്കെ എഴുതാം? ഒത്തിരി എണ്ണം പറഞ്ഞിട്ടില്ലേ മക്കളെ, അതിൽ വളരെ കുറച്ചെണ്ണം നിങ്ങൾക്ക് എഴുതിയാൽ മതി. നോക്കൂ, സ്നോ ക്യാപ്ഡ്, റോക്കി, ക്രിസ്റ്റൽ ക്ലിയർ, ബീം ഓഫ് ലൈറ്റ്, വൈറ്റ്, tall dark green, misty, brighter, vast, wonderful, green shades, breathtaking, glowing, mesmerizing. ഈ വേർഡ്സ് എല്ലാം ഡിസ്ക്രൈബിങ് വേർഡ്സ് ഫ്രേസസിനകത്ത് വരുന്നതാണ്. ഏതൊക്കെ നൗൺസിനെയാണെന്നുള്ളത് നമുക്ക് എഴുതേണ്ടുന്നത് മാത്രം ഞാനിവിടെ പറയാം. അപ്പം നിങ്ങൾക്ക് ഒരു 5-6 പറഞ്ഞുതരാം. സ്നോ ക്യാപ്ഡ് പീക്സ് പറഞ്ഞിട്ടുണ്ട്, റോക്കി ടെറൈൻ, ക്രിസ്റ്റൽ ക്ലിയർ എന്തിനെ പറഞ്ഞതാണ്? ഏത് നൗണിനാണ്? വാട്ടർ. ഇനി മിസ്റ്റി മോർണിംഗ്, ബ്രൈറ്റർ ഡേ, പിന്നെ വണ്ടർഫുൾ ഗ്രീൻ ഷെയ്ഡ്സ്, പിന്നീട് വൈറ്റ് ക്ലൗഡ്സ്, ടോൾ ഡാർക്ക് ഗ്രീൻ ട്രീസ്. അങ്ങനെ ഒത്തിരി എണ്ണം നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നോക്കൂ, the words or phrases we use to describe the beauty of a place are usually descriptive adjectives. ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ആ അഡ്ജക്റ്റീവ്സിനെ നമ്മൾ എന്തെന്നാണ് സാധാരണ വിളിക്കുക? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ അഡ്ജക്റ്റീവ് അറിയാമല്ലോ. അപ്പോൾ അതിനെ ഭംഗി കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിച്ചതിനെ നമ്മൾ എങ്ങനെ വിളിച്ചു? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. Now let us try to describe the place given below using suitable descriptive adjectives. ഇതാ നോക്കൂ മക്കളെ, നിങ്ങൾക്കിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ സ്ഥലം നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്തേ. ആ നല്ല മിടുക്കരായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തേതാ. നോക്കൂ എന്തൊക്കെയാണുള്ളത്. ഇതാ നല്ല മനോഹരമായൊരു ഗ്രീൻ ആയിട്ടുള്ള ഫീൽഡ്, ഗോൾഡൻ കളർ ട്രീസ്, നല്ല ക്ലൗഡ്, നല്ല സൺ, നല്ല നല്ല മനോഹരമായൊരു കാഴ്ച അല്ലേ. അപ്പം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. The bright blue sky was dotted with a few soft white clouds. അല്ല, ബ്ലൂ സ്കൈയിൽ ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെ എന്തുകൊണ്ട്? വൈറ്റ് ക്ലൗഡ്സ് ഉണ്ട്. The lush green fields stretched far and wide. നല്ല ഗ്രീൻ ആയിട്ടുള്ള ഫീൽഡ് അതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ഫാറും വൈഡുമായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പരന്ന് കിടക്കുന്നു. Tall golden trees stood glowing in the sunlight.
നല്ല പൊക്കമുള്ള എന്ത് ഗോൾഡൻ ട്രീസ് അല്ലേ, സൂര്യപ്രകാശം വന്ന് അടിച്ചപ്പോൾ അതിൻ്റെ കളർ മാറിയില്ലേ. സ്റ്റുഡ് ഗ്ലോയിങ് ഇൻ ദ സൺലൈറ്റിൽ തിളങ്ങുന്നു. ലീഫി ട്രീസ് ആഡഡ് ഷെയ്ഡ് ടു ദ ഫീൽഡ്. ഡെൻസ് ലീഫി ട്രീസ്, വളരെ മുറുകി നിൽക്കുവാണ്, ഇലകൾ നിറച്ചിങ്ങനെ ഡെൻസായിട്ട് എന്താ പറയുക, നമ്മൾ തിങ്ങി നിൽക്കുന്നു എന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കുന്ന ട്രീസ് ആ ഫീൽഡിന് എന്ത് നൽകുന്നു, ഷെയ്ഡ് തണലും കൂടി നൽകുന്നു. ദ ഡിസ്റ്റൻറ്റ് ഹിൽസ് ലുക്ക്ഡ് പീസ്ഫുൾ അണ്ടർ ദ ഷൈനിങ് സൺ. ദൂരെ എവിടെയോ കാണപ്പെടുന്ന കുന്നുകൾ ഷൈനിങ് സണ്ണിൽ പീസ്ഫുള്ളായിട്ട് കാണപ്പെടുന്നു. ദ ഹോൾ പ്ലേസ് ഫെൽറ്റ് കാം, ഫ്രഷ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ഈ സ്ഥലം കാണുമ്പോൾ വളരെ കാമായിട്ടുണ്ട്, വളരെ ഫ്രഷ് ആയിട്ടുണ്ട്, ഫുൾ ഓഫ് ലൈഫായിട്ട് തോന്നുന്നു. വളരെ കുറച്ച് സെൻറ്റൻസിൽ നമ്മൾ എഴുതിയല്ലേ, മതി, അത്രയും മതി. ഇനിയുള്ളത് ആക്ടിവിറ്റി 2. എന്താണ് ആക്ടിവിറ്റി 2? ഗ്രാനി ആൻഡ് മണി റിട്ടേൺ ആഫ്റ്റർ their thrilling experience of walking and exploring the surroundings. At home, Mani shares his experience with his father. Write the likely narrative. ഇനി എന്താണ്, നമ്മുടെ ഗ്രാനിയും മണിയുമൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇതിന് ശേഷം വീട്ടിൽ വന്നിട്ട് മണി എന്ത് ചെയ്യുകയാണ്, എക്സ്പീരിയൻസ് വളരെയായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയും അതുപോലെ നടന്നും എക്സ്പ്ലോർ ചെയ്തും ഒക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചല്ലേ വീട്ടിൽ വന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ആരോട് പറയണം, അച്ഛനോട് പറയണം. അപ്പം മണി ഇത് നെറേറ്റീവായിട്ട് അച്ഛനോട് പറയുക, വിവരിച്ച് പറയുകയാണ്. കോൺവെർസേഷൻ അല്ല, നെറേഷനാണ്. കണ്ട കാഴ്ചകൾ, അച്ഛാ ഞാൻ ഇങ്ങനെ കണ്ടച്ചാ, ഞാൻ അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വിവരിക്കുകയാണ് കേട്ടോ. അപ്പം നെറേഷനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം കണ്ട കാഴ്ചകൾ മണിയുടെ വോയിസിൽ മണി പറയുന്നതായിട്ട് നമ്മൾ നെറേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്, മണി റഷ് ടു ഹിസ് ഫാദർ വിത്ത് എക്സൈറ്റ്മെൻറ്റ്. എന്ത് പറയുന്നു, പപ്പ വി ഹാഡ് സച്ച് ആൻ അമേസിങ് ട്രിപ്പ് അല്ലേ, പപ്പ ഞങ്ങൾക്കൊരു അടിപൊളി ട്രിപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വി വാക്ക്ഡ് ഫോർ അവേഴ്സ്. ആദ്യം ഞങ്ങൾ മണിക്കൂറുകളോളം നടന്നു. ഗ്രാനി വാസ് സോ ബ്രേവ്, ഷി നെവർ കംപ്ലൈൻഡ് ഈവൻ വെൻ ദ പാത്ത് വാസ് സ്റ്റീപ്പായിട്ടുള്ള പാത്തായിട്ട് പോലും ഗ്രാനി ഒരു കംപ്ലൈൻറ്റും പറയാതെ നടന്നു. ദ റെയിൻ സ്റ്റോപ്ഡ്, മഴ നിന്നു. ആൻഡ് ദ സൺ മെയ്ഡ് എവറിത്തിങ് സ്പാർക്കിൾ, സൺ എല്ലാം നല്ല ക്ലിയർ ആക്കി തിളക്കി കാണിച്ചു. വി സോ ഗ്രീൻ ഫീൽഡ്സ്, ഡാർക്ക് ഫോറസ്റ്റ് ആൻഡ് ഈവൻ എ റെയിൻബോ. ഞങ്ങൾ എന്തൊക്കെ കണ്ടു, ഗ്രീൻ ഫീൽഡ് കണ്ടു, ഡാർക്ക് ഫോറസ്റ്റ് കണ്ടു, എന്നിട്ട് എന്തും കണ്ടു, ഒരു റെയിൻബോ വരെ ഞങ്ങൾ കണ്ടു. ദെൻ ആ ലാൻഡ് സ്ലൈഡ് ബ്ലോക്ക് ദ റോഡ്. പിന്നീട് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അത് റോഡ് എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. ബട്ട് ഗ്രാനി ഡിഡിൻ ഗീവ് അപ്പ്, പക്ഷെ ഗ്രാനി വേണ്ടെന്ന് വെച്ചില്ല. വി ക്ലൈംഡ് എ മൗണ്ടൻ ഇൻസ്റ്റഡ്, ഞങ്ങൾ പകരം എന്ത് ചെയ്തു, മൗണ്ടൻ കയറി അങ്ങ് പോയി. ഫ്രം ദ ടോപ്പ് വി സോ സ്നോയി പീക്സ്, ഷൈനി റിവർ ആൻഡ് മിസ്റ്റി ക്ലൗഡ്സ്. മുകളിൽ നിന്നപ്പോൾ കണ്ട കാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ, അതുകൂടെ ചേർക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ആ കണ്ട കാഴ്ചകൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേർക്കണം നമുക്ക്, ഫ്രം ദ ടോപ്പ് മുകളിൽ ചെന്ന് നിന്നിട്ട്, വി സോ സ്നോയി പീക്സ്, ഷൈനി റിവർ ആൻഡ് മിസ്റ്റി ക്ലൗഡ്സ്, ഇതൊക്കെ കണ്ടു നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതൊക്കെ ചേർക്കണം. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ പെയിൻറ്റിങ്, കണ്ടപ്പോൾ അത് എന്തുപോലെ ഇരുന്നു, ഒരു പെയിൻറ്റിങ് പോലെ ഇരുന്നു. ഇൻ മുസൂറി, ഇനി മുസൂറിയിൽ ദ ഡോക്ടർ ഗേവ് ഗ്രാനി ന്യൂ ഗ്ലാസസ്, ഡോക്ടർ ഗ്രാനിക്ക് പുതിയ ഗ്ലാസ് ഒക്കെ കൊടുത്തു. വെൻ ഷി സോ മീ ക്ലിയർലി ഷി ക്ലാപ്ഡ് ആൻഡ് ലവ്ഡ്, എന്നെ ക്ലിയറായിട്ട് കണ്ടപ്പോൾ ഗ്രാനി ക്ലാപ്പ് ചെയ്തു, എന്നിട്ട് ചിരിച്ചു. വി ബോട്ട് സീഡ്സ്, എ കൗബെൽ ആൻഡ് ഈവൻ യുവർ പുള്ളോവർ. നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു, ഞങ്ങൾ സീഡ്സ് വാങ്ങിച്ചു, കൗബെൽ വാങ്ങിച്ചു, അച്ഛനൊരു പുള്ളോവർ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. The bus ride back was bumpy, but Granny loved looking out the window. ഇങ്ങോട്ടുള്ള ബസ്സിലെ യാത്രയും എങ്ങനെയായിരുന്നു, കുലുങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷേ ഗ്രാനി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ യാത്ര ആസ്വദിക്കുന്നുണ്ടായിരുന്നു, വെളിയിലേക്ക് നോക്കിയിരുന്നു. ഷീ കുഡ് സീ എവറിത്തിങ് അഗെയിൻ, വീണ്ടും ഗ്രാനി എല്ലാം കണ്ടു. വില്ലേജ്, ഡോഗ്സ്, മങ്കീസ്, ഇതൊക്കെ ഗ്രാനി കണ്ടു. ഐ സ്ലെപ്റ്റ് ഓൺ ഹെർ ഷോൾഡർ ലൈക്ക് ഓൾവേസ്, ഞാൻ എന്നും കിടക്കുന്നത് പോലെ ഗ്രാനിയുടെ ഷോൾഡറിൽ ഞാൻ കിടന്നു. ഗ്രാനി ടോൾഡ് മീ മെനി സ്റ്റോറീസ് ഓൺ ദ വേ, വരുന്ന വഴിക്കും ഗ്രാനി എനിക്ക് എന്ത് ചെയ്തിരുന്നു, കുറേ കഥകൾ പറഞ്ഞു തന്നിരുന്നു. വി ലോഫ്ഡ് ആൻഡ് ടോക്ഡ് എ ലോട്ട്, ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു, കുറേ സന്തോഷമായിട്ട് സംസാരിച്ചു, ചിരിച്ചു. ഐ ഹെൽപ്ഡ് ഹെർ വെൻ ഷീ ഫെൽ ടയേർഡ്, ഗ്രാനി ടയേർഡ് ആയപ്പോഴൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. ഷീ ഹെൽഡ് മൈ ഹാൻഡ് ആൻഡ് സ്മൈൽ, ഗ്രാനി എൻ്റെ കൈ പിടിച്ച് ചിരിച്ചു. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ, ഈ ദിവസം ഞാൻ മറക്കുകയില്ല. ഇറ്റ് വാസ് ദ ബെസ്റ്റ് വോക്ക് ഐ എവർ ഹാഡ്, ഞാൻ ഇങ്ങനെ നടന്നു പോയതിൽ ഏറ്റവും സന്തോഷകരമായ ദിവസമായിരുന്നു അത്. ഇത്രയുമാണ് ആ കുട്ടി പറഞ്ഞത്.
അടുത്ത ക്വസ്റ്റ്യൻ ബി ആണ്. ദ ഐ സ്പെഷ്യലിസ്റ്റ് കുഡിൻ ഫോർഗെറ്റ് ഗ്രാനി ആൻഡ് ഹിസ് ഇൻറ്ററാക്ഷൻ വിത്ത് ഹെർ. ഹി റിക്കളക്ട്സ് ദ എൻകൗണ്ടർ ഇൻ ഹിസ് ഡയറി. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. ഇനി ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിരുന്നു. അദ്ദേഹം ഒരുപാട് ചിരിച്ചില്ലേ നമ്മുടെ ഗ്രാനിയുടെ വർത്തമാനത്തിലൊക്കെ, ഗ്രാനിയുടെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ അയാൾ എൻജോയ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ഒരു ഡയറി, വീട്ടിൽ പോയിട്ട് ഇതിനെപ്പറ്റി ഓർത്ത് ഡയറി എഴുതുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കാം? ടുഡേ ആൻ ഓൾഡ് വില്ലേജ് വുമൺ കെയിം വിത്ത് ഹർ ഗ്രാൻഡ് സൺ. അല്ലേ, ഇന്ന് ഒരു ഓൾഡ് വില്ലേജ് വുമൺ അവരുടെ ഗ്രാൻഡ് സണ്ണിനെയും കൂട്ടി വന്നു. ഹെർ ഗ്ലാസസ് വെയർ സോ ഓൾഡ് ഐ ജോക്ഡ് അബൌട്ട് പുട്ടിങ് ദം ഇൻ എ മ്യൂസിയം. അവരുടെ ഗ്ലാസസ് വളരെ പഴയതായിരുന്നു, ഞാൻ അതുവരെ കളിയുമാക്കി ഇത് മ്യൂസിയത്തിൽ വെക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഷീ മെയ്ഡ് മീ ലാഫ് വെൻ ഷീ സെഡ്. അവരെന്ത് പറഞ്ഞു എന്നോട്? ഐ ക്യാൻ സീ സം ഓഫ് യു ആൻഡ് യു ആർ ക്വൈറ്റ് ബിഗ്. നിങ്ങളൊത്തിരി ബിഗാണ്, എനിക്ക് കുറച്ചൊക്കെ നിങ്ങളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അത് പറഞ്ഞപ്പോൾ അവരെന്നെ എന്ത് ചെയ്തു? ചിരിപ്പിച്ചു. അത് പറഞ്ഞ് ഞാനങ്ങ് ചിരിച്ചു പോയി. ഷീ കെയിം ടു മീ വിത്ത് ഹർ ഗ്രാൻഡ് സൺ മണി. അവരെൻ്റെ കൂടെ വന്നത് അവരുടെ ഗ്രാൻഡ് സൺ മണിയുടെ കൂടെയാണ്. ആ പേര് ഓർത്ത് പറയുന്നു. ഷീ വാസ് ചിയർഫുൾ ബോൾഡ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ, അത്രയും ഭയങ്കര ബോൾഡായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഈവൻ അറ്റ് ഹെർ ഏജ് ഷീ ഹാഡ് എ സ്ട്രോങ് വിൽ ടു സീ ക്ലിയർലി അഗെയിൻ. ഇത്രയും വയസ്സായിട്ടും ഇനിയും ക്ലിയറായിട്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. ഐ വാസ് അമേസ്ഡ് ബൈ ഹർ കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. അവരുടെ ഒരു കറേജും ഡിറ്റർമിനേഷനും ഒക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഹർ വേർഡ്സ് വെയർ സിമ്പിൾ ബട്ട് വൈസ്. സിമ്പിൾ വേർഡ്സ് ആണ്, പക്ഷെ ഭയങ്കര ചിന്തിച്ചിട്ടുള്ള വാക്കുകളാണ് അവർ പറയുന്നത്. ടോക്കിംഗ് ടു ഹർ റിമൈൻഡഡ് മീ ഹൗ പവർഫുൾ ഹോപ്പ് ആൻഡ് ലവ് ക്യാൻ ബി. എന്താണ് അവരുടെ കൂടെയുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? ഈ പ്രതീക്ഷയും സ്നേഹവും ഒക്കെ എത്രയും പവർഫുള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ വോണ്ട് ഫോർഗെറ്റ് ഹെർ സ്മൈൽ ആൻഡ് ദ സ്പാർക്ക് ഇൻ ഹെർ ഐസ്. ഞാൻ മറക്കില്ല അവരുടെ ചിരിയും അവരുടെ കണ്ണുകളിലെ ആ ഒരു തിളക്കവും അല്ലെങ്കിൽ ആ ഒരു തീക്ഷ്ണതയും ഞാൻ ഒരിക്കലും മറക്കില്ല. അതായപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ, അതോടുകൂടി ആക്ടിവിറ്റി ഇവിടെ തീരുകയാണ്. Have you recently visited a tourist spot or a place that caught your attention with its beauty? Attempt a descriptive paragraph on the spot you visit. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്ഥലം പോയി കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങളുടെ അട്രാക്ഷൻ, നിങ്ങൾക്ക് ഭയങ്കര എന്ത് മനോഹരമാണ് എന്ന് തോന്നിയ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് നിങ്ങളൊന്ന് എഴുതണം. ചുമ്മാതെ പോയി ബസ്സിൽ അങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു എന്നുള്ളതല്ല, കണ്ട കാഴ്ചയാണ്, അവിടുത്തെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയ മനോഹരമായ കാഴ്ചയെ പറ്റിയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം നമുക്ക് മൂന്നാറിൽ പോകാമല്ലയോ, തൊട്ടടുത്തല്ലയോ, പോവാം. ഐ റീസെൻ്റ്ലി വിസിറ്റഡ് മൂന്നാർ, എ ടൗൺ ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് കേരള. കേരളത്തിലെ വെസ്റ്റേൺ ഗട്ട്സിലെ ഒരു ടൗണാണ് നമ്മുടെ മൂന്നാർ. ദ പ്ലേസ് വാസ് ഫുൾ ഓഫ് ഗ്രീൻ ഹിൽസ് ആൻഡ് ടീ ഗാർഡൻസ്. ടീ ഗാർഡൻസും ഗ്രീൻ ഹിൽസും ഒക്കെയുള്ള സ്ഥലമാണ് മൂന്നാർ. ദ കൂൾ ബ്രീസ് ഫെൽറ്റ് നൈസ് ആൻഡ് ഫ്രഷ്. കൂളായിട്ടുള്ള ബ്രീസ്, എന്താണ് ഇളം കാറ്റ്, വളരെ നൈസും ഫ്രഷുമായിട്ടൊക്കെ തോന്നി. ഐ സോ ടോൾ ട്രീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എവ്രിവെയർ. എല്ലായിടത്തും നല്ല പൊക്കമുള്ള മരങ്ങളും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു. ദ മിസ്റ്റ് കവേർഡ് ദ മൗണ്ടെയ്ൻസ് ഇൻ ദ മോർണിംഗ്. മോർണിംഗിൽ മൗണ്ടെയ്ൻസിനൊക്കെ എന്ത് കവർ ചെയ്തിരുന്നു? മിസ്റ്റ് കവർ ചെയ്തിരുന്നു. വാട്ടർ ഫോൾസ് ഫ്ലോ ഡൗൺ ദ റോക്സിൽ, പാറക്കഷ്ണങ്ങളുടെയൊക്കെ ഇടയിലൂടെ എന്തൊഴുകി വരുന്നുണ്ടായിരുന്നു? വാട്ടർ വരുന്നുണ്ടായിരുന്നു. ദ വ്യൂ വാസ് പീസ്ഫുൾ ആൻഡ് കാം. ആ ഒരു കാഴ്ച വളരെ പീസ്ഫുള്ളായിരുന്നു, കാമായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് മൂന്നാർ. എനിക്ക് ശരിക്കും മൂന്നാറിൻ്റെ ബ്യൂട്ടി ഇഷ്ടമായി. ഇത്രയൊക്കെ മതി, നിങ്ങൾ ഇത്രയൊക്കെ എഴുതിയാൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ടീച്ചറെ ഞങ്ങളിവിടെയെങ്ങും അല്ല, ഞങ്ങളങ്ങ് കുളു മണാലിയിലൊക്കെ പോയിരുന്നു, ഞങ്ങളങ്ങ് കാശ്മീർ താഴ്വരകളിലൊക്കെ പോയിരുന്നു, ഞങ്ങൾ എല്ലായിടവും പോയി, ഐലൻഡിൽ പോയി, അങ്ങനെയൊക്കെ ഉള്ളവർ മക്കളെ അതിനെ പറ്റിയിട്ടൊക്കെ വിശാലമായിട്ടങ്ങ് എഴുതിക്കോളൂ കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റില്ല, നമ്മുടെ കമൻറ്റിലും കൂടി ഇടൂ, ഞാനും ഇവിടെ ഒക്കെ ഒന്ന് വായിക്കട്ടെ നിങ്ങൾ പോയ സ്ഥലം. അപ്പോൾ ഞാനിവിടെ ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മക്കളെ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കല്ലേ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതെല്ലാവരും പറഞ്ഞ് നമുക്ക് പതിവ് ഡയലോഗായിട്ട് കാണരുത്, എൻ്റെ ആഗ്രഹം കൊണ്ട് പറയുകയാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. കുറേ കമൻറ്റ്സ് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. കുഞ്ഞുങ്ങളെ കമൻറ്റ്സിനെല്ലാം ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള മക്കളെ നല്ല മിടുക്കാരായിട്ട് പഠിക്കൂ. അടുത്ത ചാപ്റ്റർ ഉടനെ ഇടുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.